പ്രിയ സുഹൃത്തുക്കളെ, ബജ്രംഗ് ദൾ അത്യാവശ്യം അക്രമം തുടങ്ങി. പക്ഷെ ഇത് ഇന്ത്യയാണെന്നുള്ളത് ഓർക്കണം. ഒഡീഷയിലെ ജലേശ്വറിൽ 2 സിസ്റ്റേഴ്സിനെ, 2 വൈദികരെ, ഒരു മത അധ്യാപകനെ, എന്ന് വെച്ചാൽ മത അധ്യാപകനെ ഞാൻ പറയത്തില്ല, അത് പഠിപ്പിക്കുന്ന ഒരാൾ അല്ലെ പഠിക്കുന്ന ഒരാൾ, അതൊരു മരണ വീട്ടിലാണ് പോയത്. മരണ വീടിൻ്റെ 2ാമത്തെ വാർഷികം, അതായത് അവിടെ മരിച്ച 2ാമത്തെ വാർഷികത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് അവർ വിളിച്ചു. സിസ്റ്റർമാരും അച്ഛന്മാരും അവിടെ പോയി. അതിനെ ബജ്രംഗ് ദൾ 4 എണ്ണത്തിനെ തല്ലാൻ 70 എണ്ണം ഒരുമിച്ച് കൊണ്ട കാര്യമുണ്ട്. 4 എണ്ണത്തിനെ വഴിയിട്ട് തല്ലിയിട്ട് എത്ര നേരം കഴിഞ്ഞാണ് പോലീസിനെ വിളിച്ചിട്ട് പോലീസ് 45 മിനിറ്റ് എടുത്തിടത്താൻ. എന്താടോ ഈ കാണിക്കുന്നേ? എന്ത് മതസൗഹാർദ്ദം, എന്ത് മതേതരത്വം, എന്ത് സിസ്റ്റത്തിലാണ് നിങ്ങൾ ഈ വർക്ക് ചെയ്യുന്നത്? നിങ്ങൾ കേരളത്തിലോടോ, ഞങ്ങളുടെ എല്ലാ ക്രൈസ്തവൻ്റെ എല്ലാ മുസ്ലിമിൻ്റെ വീട്ടിൽ നിങ്ങൾ കയറി പ്രാർത്ഥിക്കുകയോ പൂജ നടത്തുകയോ ഒക്കെ ചെയ്യും. ഞങ്ങളൊന്നും ചെയ്തില്ല. ബാ എടാ, നിനക്കൊക്കെ തിരിച്ചു തരാൻ മറുപടി ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ പണ്ടും പറഞ്ഞ് ഇപ്പോഴും പറയണം. ക്ഷമ എന്നത് ബൈബിളിൽ ഞങ്ങളെ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ക്രിസ്തു അങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ ഭയപ്പെട്ടല്ല തിരിച്ചു പറയും. ആരാന്നറിയാം? ആരെയാ നീ തല്ലിയേ? ലിജോ നിരപ്പേലിനെ തല്ലാൻ, ഫാദർ ലിജോ നിരപ്പേലിനെ തല്ലാൻ ഉമ്മണി സമയമെടുക്കും. അടിച്ചോ, അയാൾ തിരിച്ചടിച്ചില്ലല്ലോ. തിരിച്ചടിക്കാൻ കഴിവില്ലാണ്ടാണോ പുള്ളി? അല്ല, കഴിവുണ്ട്. ആ വൈദികർക്കും സിസ്റ്റേഴ്സിനും വേണം ഒന്നുമില്ലേ തിരിച്ച് കൈയെങ്കിലും പൊക്കാം. ഒരു കൈകൂപ്പി എന്നല്ലേ ഉള്ളൂ. എടാ, കൈകൂപ്പി എന്ന് തല്ല് വാങ്ങിക്കുന്നതിനെ വീണ്ടും തല്ലുന്നത് നീ ബജ്രംഗ് ദളാണോടാ? നീ RSS ആണോടാ? നീ BJP ആണോടാ? ലക്ഷ്മി ദേവിക്ക് ജന്മം നൽകിയ താമരയാണ് നമ്മുടെ ചിഹ്നം എന്ന് പറയുന്ന ലക്ഷ്മി ദേവിക്ക് ജന്മം നൽകിയ, സ്ത്രീത്വത്തെ അത്രത്തോളം മാനിക്കുന്ന ഒരു കുടുംബത്തിൽ പിറന്ന ഭാരതത്തിൽപ്പെട്ടവർ സ്ത്രീകളെ ഇങ്ങനെ തല്ലുക? കഷ്ടമാണ് അതിൻ്റെയൊക്കെ കാര്യം. ഒഡീഷയിലെ ജലേശ്വറിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒരു പാസ്റ്ററെ നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 10-35 കൊല്ലം ഒരു ജോർജ് കുട്ടി തോമസ്. തെറ്റ് എന്തിന്? ഒരു കാര്യമില്ല. ഇച്ചിരി കഴിഞ്ഞ് വേറെ വീടിയിടാം. നിങ്ങൾ ഉണ്ടാക്കട. നീ റൊണാൾഡ് ട്രംപിൻ്റെ എതിരെ ഉണ്ടാക്ക്. 25% തീരുവ കൂട്ടി അവൻ നമ്മുടെ എതിരെ ഉണ്ടാക്കട. വല്ല ഉണ്ടാക്കാൻ വെക്കുമെങ്കിൽ ആഞ്ഞടിക്കുമ്പം തിരിച്ചടിക്കാൻ കഴിയുന്നതിനടിക്കണം. അല്ലാതെ തിരിച്ചടിക്കരുത് എന്ന് പഠിപ്പിച്ച് മതത്തെ അടിക്കാമെന്നതാണ് ശരിയാവില്ല കേട്ടാ. പേര് ജോൺസൺ കരൂർന്നാ. ഞങ്ങളുടെ ഇവിടുത്തെ എല്ലാ ക്രിസ്ത്യാനികളുടെയും വീടും വീട്ടു നമ്പരും ഒക്കെ തന്നേക്കാം. ഒന്ന് തല്ലി നോക്ക് കേരളത്തിൽ വന്നിട്ട്.